എങ്ങനെയുണ്ട് പൊളിച്ചില്ലേ? എങ്ങനെയുണ്ട് ശിവ? എങ്ങനെയുണ്ട്? നിനക്ക് ഫാഷൻ സെൻസ് ഇല്ലണ്ടാ? ചേട്ടത്തി ഞാനൊരു സത്യം പറയട്ടെ, എനിക്കും അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അതിന് നിനക്ക് ആ സെൻസ് ഉണ്ടെന്ന് ആരാ പറഞ്ഞേ? പിന്നെ എനിക്ക് സെൻസ് ഇല്ലെന്ന് പറയേണ്ടി വരും. കോലം തന്നെ കേട്ടോ. എങ്ങനെയുണ്ട് ഒത്തോണ്ട? എനിക്കറിയായിരുന്നു ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണേണ്ടി വരും. എന്തതിനൊരു കുഴപ്പം? നിന്നെ കൊണ്ട് ഇത് ആര് ചെയ്യിച്ചേ? അയ്യോ, ആരും ചെയ്യിച്ചല്ല, ഞാൻ തന്നെ ചെയ്തതാ. ഞാനേ ആ സ്ത്രീ ശക്തി ഹെൽത്ത് ക്ലബിലേക്ക് ഒന്ന് കാലെടുത്ത് വെച്ച് ചുറ്റും നോക്കിയപ്പോ എന്റെ ദൈവമേ, ഞാൻ മാത്രം ബാബു കൊടുത്ത കാര്യ പോലെ ഞാൻ അപ്പൊ തന്നെ ഇറങ്ങി പുറത്തു പോയി ഒരു കടയിൽ പോയിട്ട് ഈ സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പൊ അതിനുള്ള പൈസ? ഞാൻ ഉത്തോണ്ടന്റെ കാർഡ് കൊണ്ടല്ലേ പോയത്. ആ ചുമ്മാ അല്ല മൊബൈലിൽ ചറപറാന്ന് മെസ്സേജ് വന്നേ. എനിക്ക് തല ഇറങ്ങുന്ന പോലെ കളിയാ. എന്നാലും ഫ്രീ ആയിട്ട് കിട്ടിയ കൂപ്പൺ മുതലാക്കാൻ വേണ്ടിട്ട് 10,000 രൂപ മുടക്കിയല്ലടി. ഈ 10,000 രൂപയൊന്നും ആയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഉത്തോണ്ടിന് വിഷമിക്കണ്ട. ഇനി അങ്ങോട്ട് എന്റെ ഗെറ്റപ്പ് ഇങ്ങനെ തന്നെ ആയിരിക്കും. അടിപൊളി. ഹലോ, ആ ടീന, ഐ ജസ്റ്റ് റീച്ച്ഡ് ഹോം. യാ കോൾ യു ബാക്ക്. ആ നാളെ കോൾ യു ബാക്ക്. ആരാ മക്കളെ അങ്ങോട്ട് പോയത്? അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ദേവന്റെ ഭാര്യ ആശ. അവളെന്തോ കോലം കെട്ടിക്കൊണ്ട് പോന്നാണ്ടത്. എന്തായി ഇതിനൊക്കെ ഒരു പരിഹാരം? ചേട്ടനോട് ചോദിക്കും. ചേട്ടാ പറഞ്ഞുകൊട് പരിഹാരം. എന്താടാ മുത്തമ്മ ഇതൊക്കെ? എനിക്ക് അറിഞ്ഞൂടാ അച്ഛമ്മേ. അറിഞ്ഞൂട്? അയ്യോ, അത് കഷ്ടമായിപ്പോ. ഏതായാലും നീ ഏതായാലും കരണ്ട. ഇനിയുള്ള കാര്യം നോക്കിക്കൊണ്ടാ മതി. താങ്ക് യു ഗേൾസ് ഫോർ ആഡിങ് മീ ടു ദിസ് ഗ്രൂപ്പ്. എന്തിനടി ഇങ്ങനെ അല്പതരം കാണിക്കണം? മലയാളത്തിൽ പറഞ്ഞാ പോരെ? ഞാൻ മാത്രം മലയാളം പറഞ്ഞ എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുവിടുന്ന അവർ വിചാരിക്കല്ലേ? വിചാരിച്ച എന്ത് കുഴപ്പം? അപ്പൊ എന്നെ അവർ ഒറ്റപ്പെടുത്തൂലേ? ആരൊറ്റപ്പെടുത്താൻ? നീ അങ്ങോട്ട് പോകുന്നില്ലല്ലോ. എന്താ ചിരിക്കണേ? ഞാനൊരു ചെറിയ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. ചെറുതെന്ന് പറഞ്ഞ? മാസം 2,000 രൂപ. മാസം 2,000? എന്നെ നിങ്ങൾ ജയിച്ച് കൊല്ലടി. ചേച്ചി ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് എടുക്കണം. എന്നിട്ട് ഇവൽ ടവറിന് മുമ്പിക്കുന്ന ഒരു ഫോട്ടോ, ചെങ്കടൽ ചാടിക്കിടക്കുന്ന ഒരു ഫോട്ടോ, ചൈന വൻമതിലിന്റെ കീഴിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോ, അങ്ങനെ കുറച്ച് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യണം. ആ ബെസ്റ്റ്. ഇവിടെ 2,000 രൂപ കൊടുത്തിട്ട് ഒരു മെമ്പർഷിപ്പ് എടുത്താൽ ഔത്തോണ്ട് ഇത്രയും വലിച്ചു കീറിട്ട് പോയത്. ഇനി ചൈനയിൽ പോകാൻ പൈസ വയ്ക്കാൻ പറ്റുമോ? എന്റെ ചേച്ചി ഫോട്ടോഷോപ്പ് എന്റെ അക്കൗണ്ട് ഇട്ടിട്ടില്ലേ? ഞാൻ നല്ല ചന്ദ്രന്റെ കീഴിൽ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ഫോട്ടോ. ഇത് ലോകലമ്പ് തന്നെ. ഇവിടെ ഞാൻ ഒരാൾക്ക് കോച്ചിങ് കൊടുത്തോണ്ടിരിക്കുന്നത് കണ്ടൂടെ? ഒരാൾക്ക് കോച്ചിങ് കൊടുത്തോണ്ടിരിക്കുന്ന കണ്ടൂടെ? ചേച്ചി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രഷനാ. ഇത് ഉണ്ണുമ്പോഴായാലും ഉറങ്ങുമ്പോഴായാലും നടക്കുമ്പോഴായാലും ഈ എക്സ്പ്രഷൻ കണ്ട് വിടരുത്. ഇത് ശരിയാവത്തില്ല കേട്ടോ. ഇത് ലോകലമ്പാ. ചിരിച്ചാൽ അവിടുത്തെ കോച്ചിങ് കൊടുക്കാൻ പറ്റത്തില്ല. അളിയ ചേച്ചി അവരുടെ തല വെച്ചാൽ എനിക്ക് അവരുടെ തലയിൽ കയറി നിറങ്ങാൻ പറ്റും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡടി. 7 മണി കൂടുതൽ നമ്മൾ കഴിക്കരുത്. 7 മണി കഴിഞ്ഞാൽ പിന്നെ കഴിക്കരുതോ? 7 മണികൾ കൂടുതൽ കഴിക്കരുത്. അത് കഴിക്കുമ്പോ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കാവൂ. അല്ലാതെ അളിയും എന്താ ഈ ഇരിക്കുന്ന അളിയും തിന്നണക്കെ ഇങ്ങനെ വാരി അടിച്ച് തിന്നാണ്ടല്ലേ അവിടെ ഇരിക്കുന്നവരോട് എണ്ണിച്ചപ്പുറത്തോട്ട് മാറി കഴിക്കും. അതുകൊണ്ട് തിന്നുമ്പോ തന്നെ വായറിയരുത്, തുണ്ടു അറിയരുത്. അങ്ങനെ കഴിക്കാം. എടാ നിന്റെ അളിയൻ കാണിച്ചു തരാം എങ്ങനെ കഴിക്കണമെന്ന് കാണിച്ചോട്ടെ. കൊച്ചിങ് കൊടുക്കുന്നുണ്ടല്ലോ. നീ കൂടെ ഞാൻ എന്തോ ചെയ്യണം? അതിന് നിങ്ങൾ പോയിട്ടേ ഉള്ളൂ. പറഞ്ഞോടാ. അല്ല കാണിച്ചു. 7 മണി എടാ ഞാൻ കോച്ചിങ് ചെയ്യുന്നുണ്ട്. എടാ ഫ്രീ കോച്ചിങ് അല്ലേടാ. ഇറങ്ങി പൊടി. ഞാനും അപ്പോഴേ പറഞ്ഞാണ് നിന്റെ ആ കരുനാക്കെടുത്ത് വളയ്ക്കല്ലെന്ന്.
എന്റെ നാക്കെടുത്ത് പറഞ്ഞിട്ട് എന്തെങ്കിലും നടക്കാതെ പോയിട്ടുണ്ടാ? ചുമ്മാ ഇരിക്കച്ചാ, എന്റെ നാക്ക് കരുനാക്കൊന്നുമില്ല. ആര് പറഞ്ഞു? ചേച്ചിയുടെ നാക്കാണ് കരുനാക്ക്. ഇന്നാളെ ദിവസം ചേച്ചി പ്രളയം വരുമെന്ന് പറഞ്ഞല്ലേ, അച്ചിട്ടായിട്ട് പ്രളയം വന്നല്ലേ? ആ അത് സത്യം, ഞാൻ കേട്ടായിരുന്നു. മഹാഭാവി, നീ ഒരു സംസ്ഥാനത്തിന് മുഴുവൻ തേച്ചൊട്ടിച്ചു കളഞ്ഞല്ല. കൊറോണ വന്നത് നീ പറഞ്ഞിട്ട് തന്നെ. പിന്നെ അല്ലാതെ അച്ചാച്ചൻ കേൾക്കണം. ഇന്നാളെ ഒരു ദിവസം ഞാൻ TV-യിൽ ഇംഗ്ലീഷ് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയും അതിനകത്ത് വൈറസ് സ്പ്രെഡ് ആവുന്ന ഒരു കഥ. അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പൊ ചേച്ചി ചോദിച്ചതുള്ള ഈ വൈറസ് ഇവിടെ വന്നാ നമ്മളെ സ്കൂളൊക്കെ പൂട്ടി പോകൂലെന്ന്. ദൈവമേ, ഉള്ളതാണോടി? അല്ല, ഈ പറഞ്ഞതൊക്കെ ഉള്ളതാണ്, പക്ഷെ ഞാൻ പറഞ്ഞ വേറെ നടന്നിട്ടില്ല. സത്യം സത്യം. മക്കളെ, വാ തുറക്കുമ്പോ സൂക്ഷിച്ച് വാ തുറക്കണേ. പ്രത്യേകിച്ച് അച്ഛൻ്റെ കാര്യം പറയുമ്പോ നല്ലത് മാത്രമേ പറയാവൂ. അച്ഛന് കാശ് കിട്ടണം, അമ്മയുടെ സ്വഭാവം നന്നാവണം, അങ്ങനെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോ. അത് പറഞ്ഞപ്പോഴാ അച്ഛാ ഞാൻ ഈ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഈ ചിറ്റപ്പൻ നന്നാവുന്ന എത്ര നാളായിട്ട് പറയാ? അയ്യോ, അതൊന്നും അവനെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. ദൈവത്തിന് പോലും അവനെ നിലക്കെടുത്താൻ പറ്റൂല. പക്ഷെ അവൻ ഈ ഹെൽത്ത് ക്ലബിന്റെ ഇടയിൽ കിടന്ന് കളിക്കേണ്ടതിന്റെ കാര്യം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അച്ഛാ, അവിടെ ഹെൽത്ത് ക്ലബിലുള്ളവരെ പറ്റിച്ച് കാശ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് അമ്മ പറഞ്ഞത്. ഹെൽത്ത് ക്ലബിലുള്ളവരെയാ? അത് ചിലപ്പോ ഉള്ളതായിരിക്കും. ചിറ്റപ്പൻ ഇത് എന്ന് നിർത്തുമോ ഈ പറ്റിക്കണ പരിപാടി? അവൻ നിർത്തൂല എന്റെ പൊന്നു മക്കളെ. എടാ സമ, ഓ, ആശയ്ക്കും സുമേഷിനും എന്തിന്റെ കേടാ? എന്താണ്? അവിടെ കിടന്ന് കോപ്രായം കാണിക്കുന്നു. വെറുതെ കോപ്രായം കാണിക്കണേ കുഴപ്പമില്ല. ഇതെന്റെ 2000 രൂപ കൊണ്ട് കളഞ്ഞിട്ടാണ്. 2000 രൂപയെ? അപ്പൊ ഡ്രസ്സും കൂളിംഗ് ഗ്ലാസും മേടിച്ചത് ആര് കൂട്ടും? എന്റെ പൊന്നു മക്കളെ, എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കല്ലേ. സാരമില്ല അച്ഛാ, പോട്ടെ. എല്ലാത്തിനും ചോരോന്നങ്ങ് പൊട്ടിച്ചാന്ത്. അച്ഛമ്മ പൊട്ടിച്ചല്ലേ ഞാൻ പൊട്ടിക്കാം. നില്ല്, ഞാൻ പൊട്ടിച്ചോളാം, നീ പൊട്ടിക്കണ്ട. എങ്കിൽ അച്ഛമ്മ എന്നെ പൊട്ടിച്ചാൽ മതി. ബാ, അപ്പച്ചിയും കൂടി ക്ലബിൽ പോണോന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ തൃപ്തിയായി. അയ്യോ, ഈ കരുനാക്കൊച്ചൊന്നും മിണ്ടല്ലേ. നീ അപ്പച്ചയും കൂടി സഹിക്കാൻ എന്നെ കൊണ്ട് വയ്യ. അതെ അതെ, ഓ കേക്കുന്നുണ്ടോ? പിന്നെ കേട്ടോണ്ടിരിക്കല്ലേ. ഞാനിങ്ങനെ ആലോചിക്കുവായിരുന്നേ. ഞാനും ഇങ്ങനെ വായിച്ചോണ്ടിരിക്കായിരുന്നേ. തമാശ കളാ. അടക്കണ തമാശ നീ പറ. ഞാനും കൂടെ സ്ത്രീ ശക്തി ക്ലബിൽ ജോയിൻ ചെയ്തോട്ടെ? എനിക്ക് പാടി, നീ അല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞത്? എന്ത്? മറ്റേ സുമേഷിനെ ചേച്ചി കളിയേക്കൊണ്ടിരുന്നത് നീ എൻ്റെ കൂടെ ഇരുന്നു. അതൊക്കെ അങ്ങനെ തന്നെ. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഒരു ഉൾവിളി ഉണ്ടായത്. പോണം പോണം എന്നൊരു തോന്നല്. എന്നാ പോണം പോണം എന്നുള്ള ഉൾവിളിയില്ലേ, അത് വേണ്ട. ഇപ്പൊ കൂടെ ഞാൻ കണ്ടതുള്ളൂ അളി അവിടെ ചെവിയിൽ പൂവും വെച്ചോണ്ടിരിക്കണത്. എന്ത് വാശി വേട്ട, ഒരു 2000 രൂപയുടെ കേസല്ലേ ഉള്ളൂ. 2000 രൂപ പ്ലീസ്. ഒറ്റ അടി അടിച്ചെന്നുണ്ടല്ലോ നിന്നെ. ഞാൻ പോകും. എവിടെ? ചേട്ടത്തി പോയല്ലോ, പിന്നെന്താ എനിക്ക് പോയാല്? ചേട്ടത്തി പോയെങ്കിൽ നീ പോകണ്ട. എന്ത് വാശി വേട്ട, പ്ലീസ്. എന്തോ പ്ലീസ്, ഞാൻ രാവിലെ എഴുന്നേക്കാം. എന്തിന്? നിനക്കതൊന്നും പറ്റില്ല, ഭയങ്കര പാടാണ്. നീ അവസാനം അവിടെ ചെന്ന് തലവേദന എടുക്കും. ചുമ്മാരി അല്ല മക്കളെ, ഈ അടുത്തായിട്ട് എനിക്ക് തലവേദന കുറച്ച് കുറവുണ്ടായിരുന്നെന്ന്. ആ സുമേഷ് ആ ക്ലബിലുള്ള പെമ്പിള്ളാരെ മണി ചാനലിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടികളൊക്കെ ഒപ്പിച്ചതെന്ന്. എന്റെ കാര്യം അവിടെ നിൽക്കട്ട്. എന്റെ വിധി എന്താണെന്ന് ആലോചിച്ചോണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്തോന്ന്? വേണ്ട, ഇവക്ക് ഉൾവിളിയെന്ന്. യുവക്കും ക്ലബിൽ പോകണോ? എന്റെ പൊന്നെ, ആ പെങ്കൊച്ചിന്റെ നാക്ക്. ഏത് പെങ്കൊച്ചിന്റെ നാക്ക്? അല്ല മോളെ, പല്ലവി. അവളിപ്പോ കുറച്ചു നേരത്തെ അവിടെ നിന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്തോന്ന്? അപ്പച്ചിയും കൂടെ ക്ലബിൽ പോയാൽ തൃപ്തിയായിരുന്നു. അതാണ് ഇവക്ക് ഉൾവിളിയായിട്ട് കിട്ടിയത്. അവക്ക് കരുനാക്കാണെന്ന് എനിക്കറിയായിരുന്നു, പക്ഷെ ഇത്രയും അങ്ങ് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഡേ, നിങ്ങൾ എങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ സുമേഷിനെ ഒന്ന് ഒഴിവാക്കി തരണം. അല്ലെങ്കിൽ അവ ആ മണി ചേഞ്ച് ഒക്കെ ചേർത്തിട്ട് ആ ഹെൽത്ത് ക്ലബിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് എന്നെ അടിക്കാൻ വരും. അത് നമുക്ക് പല്ലവിനെ നാക്ക് വെച്ച് സുമേഷിനെ എന്തെങ്കിലും പറയിപ്പിച്ചാലേ? നടക്കൂല അളിയാ. അവള് പറഞ്ഞിട്ട് എന്തെങ്കിലും ആക്കട്ടെ അവന്. വേറെന്താ വഴി? എടി നീ അല്ലേ പറഞ്ഞത്? എന്തോന്ന്? എന്നെ കണ്ട പെണ്ണുങ്ങളൊക്കെ പേടിക്കൊന്നു. അത് സത്യമല്ലേ? ഞാൻ ക്ലബിൽ പോയി കണ്ണുകൂട്ടി കാണിച്ചാലോ? എന്നിട്ട് അങ്ങനെയല്ല അളിയാ, ഞാൻ അവിടെ പോയിട്ട് ആശ ഉത്തമനെ ഈ ക്ലബിലും എല്ലാം കയറ്റിയ എല്ലാം അവളെ റെഡി ആക്കളെ എന്ന് പറഞ്ഞാലേ? ഒന്നുകൂടെ പറഞ്ഞു. ആശ ഉത്തമനെ ഈ ക്ലബിൽ എല്ലാം കയറ്റിയ എല്ലാം അവളുമായി റെഡി ആക്കളെ എന്ന് പറഞ്ഞാലേ? കൊള്ളാളിയാ. സീരിയസ് ആയിട്ട് കൊള്ളാം. എന്നാളിയെ വെച്ചോ, ഞാനും എൻ്റെ കണ്ണും എപ്പോഴും റെഡി ആയിരിക്കും.